നമ്മുടെ മറിമായം എന്ന് പറയുന്ന അതിഗംഭീരമായ പ്രോഗ്രാമിലെ വിശ്വവിഖ്യാതിതരായ രണ്ട് എന്താ പറയാ നമ്മളെ കുടുകൂടെ ചിരിപ്പിക്കുവാനും ആ ചിരിയിലൂടെ നമ്മളെ ഒട്ടനവധി കാര്യങ്ങൾ ചിന്തിപ്പിക്കുവാനും നമ്മുടെ കൂടെ എല്ലാവരുടെയും മൊബൈലിൽ രാവിലെ തുറക്കുമ്പോൾ ആദ്യം കാണുന്ന മുഖമായ രണ്ടുപേരാണ്. പ്രിയപ്പെട്ടവർക്ക് രണ്ടു വാക്ക് സംസാരിക്കുവാൻ അവസരം. എല്ലാവർക്കും നമസ്കാരം. ഈ നല്ലൊരു ദിവസം സംസാരിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. എല്ലാവരും പരസ്പരം ധാരാളം സംസാരിക്കാൻ അവസരം കിട്ടുന്ന ഒരു ദിവസമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് അപ്പം നിങ്ങളുടെ സംസാരം തന്നെ ഗംഭീരമായിട്ട് നടക്കട്ടെ. ഞങ്ങൾ രാജേഷിനായിട്ടുള്ളൊരു പരിചയം ഉണ്ടാവുന്നത് ഡൽഹിയിൽ ഞങ്ങളുടെ മറിമായം ടീമിൻ്റെ ഒരു ഷോ ഉണ്ടായിരുന്നു. അന്ന് ഒരു സംഘാടകർക്കപ്പുറത്ത് ഒരു സഹോദരനെ പോലെ ഞങ്ങളുടെ ഒപ്പം നിന്ന് ഞങ്ങളുടെ എല്ലാ കാര്യത്തിനും സജീവമായിട്ട് ഞങ്ങളുടെ ഒപ്പം നിന്ന ഒരാളല്ല രണ്ടാളും, രതീഷും രാജേഷും. അപ്പോൾ ഞങ്ങൾക്കത് മനസ്സിനെ ഒന്ന് കൊളത്തി. അങ്ങനെ ഉണ്ടാവുമല്ലോ ചില ആളുകൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് ആളുകളെ ഇവരുടെ കുടുംബങ്ങളും വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും തെറ്റിദ്ധരിക്കേണ്ട. സലീമിന്റെ മക്കളും ഭാര്യയാണത് കേട്ടോ. ഞാൻ തനിച്ചാ വന്നിട്ടുള്ളൂ. അത് ഞാൻ കണക്കാക്കി അങ്ങനെ വന്നതാണ്. കാരണം ഒരു ദിവസം കണക്കാക്കി ഞങ്ങളൊരു വരവ് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ശരി, മൈക്ക് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇവരെ പിന്നെ സലീം ഖാനും റിയാസ് ഖാൻ എന്ന് പറഞ്ഞാൽ അറിയില്ല. നമുക്കറിയുന്ന രണ്ടുപേരുണ്ടല്ലേ. എന്താണ് ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട പാരിയാദനും ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട ശീതളേട്ടനും അല്ലെ. നമുക്ക് അവരെ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പം ഒത്തിരി സന്തോഷം. ഇത്ര ദൂരം സഞ്ചരിച്ച് ഇന്നലെ രാജേഷ് വോയിസ് മെസ്സേജ് കേൾപ്പിച്ചു തന്നു. എന്തായാലും ഞങ്ങൾ എത്തിയിരിക്കും എന്നുള്ള വോയിസ് മെസ്സേജ് ഞങ്ങളുടെ പ്രിയപ്പെട്ട നാട്ടുകാരൊക്കെ ഇപ്പൊ പ്യാരിയേട്ടൻ പറഞ്ഞത് പിന്നെ ഫോട്ടോ എടുത്ത് കുഴങ്ങി ഞാൻ കുറച്ചു നേരം അത് മാറിയിരിക്കട്ടെ എന്നാണ്. ഇത് ഞങ്ങളുടെ ഒരു ആവേശമാണ്. പ്രത്യേകിച്ച് രാജേഷ് ഈ പ്രദേശത്ത് എന്ന് അവന്റെ ജീവിതത്തിൽ താഴ്ചയോടുകൂടി തുടങ്ങിയോ ഇതൊക്കെ സർവേശ്വരൻ കൊടുത്തിട്ടും ഈ പ്രദേശത്ത് അവൻ ആദ്യം എങ്ങനെ ജീവിച്ചോ അതേ സ്റ്റാൻഡിൽ തന്നെ ഇവിടെയുള്ളവരെ കൂട്ടിപ്പിടിച്ച് ഇവിടെയുള്ള കാരണം ഇന്നലെ ഞങ്ങൾ ഇവിടുന്ന് രാത്രി പോകുമ്പോൾ ഏതാണ്ട് 2 മണിയായിട്ടുണ്ട്. ഒരു 10-40 ആള് മേലെ ഇവിടെ ഉണ്ടായിരുന്നു. കാരണം അത്രയ്ക്കേറെ ഈ പ്രദേശവുമായി ഈ നാടുമായി അലിഞ്ഞു ചേർന്ന രാജേഷിന്റെ കുടുംബം